ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സിറിയയിലേക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇറാഖിലേക്ക് കേരളത്തിൽ നിന്ന് ലവ് ജിഹാദിൽപ്പെടുത്തി പെൺകുട്ടികളെ കൊണ്ടുപോയ ആ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. വേണ്ടി വന്നാൽ പ്രണയത്തിന് വേണ്ടി പെൺകുട്ടികൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രധാനപ്പെട്ട രണ്ട് എഴുത്തുകാർ പറയുകയാണ്. ഒരു എഴുത്തിൻ്റെ സിൻഡിക്കേറ്റുകൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. കൃത്യമായ അജണ്ടയോടുകൂടി എഴുതപ്പെട്ടതാണോ രണ്ട് പുസ്തകവും എന്ന സംശയമുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പെൺകുട്ടികൾ പോയിട്ടുണ്ടെന്നുള്ളതും അവർ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും അവരുടെ കാമുകന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഈ തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമായ വസ്തുതയാണ്. ലവ് ജിഹാദ് ഉൾപ്പെടെ പറയുന്ന ഇത്തരത്തിലുള്ള ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചില ന്യായീകരണങ്ങൾ നിരത്തുന്നു. അത് ഒരൊറ്റ സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്തു വരുന്നു. ഹരിത സാവിത്രിയുടെ എഴുത്ത് വളരെ മോശമാണെന്നും KR മീര ഒരു വലിയ നക്ഷത്രമാണെന്നും ഈ ഹരിത സാവിത്രി ഒരു പുൽക്കൊടിയാണെന്നുമാണ് രാധിക സി നായർ പറയുന്നത്. ഹരിതയെയും KR മീരയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് മഹാത്മാഗാന്ധിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ കിടക്കുന്നു, മഹാത്മാഗാന്ധി എവിടെ കിടക്കുന്നു, നക്ഷത്രം എവിടെ കിടക്കുന്നു, പുൽക്കൊടിത്തുമ്പ് എവിടെ കിടക്കും. പുൽക്കൊടിത്തുമ്പിന് നിൽക്കാനൊരു നിലപാട് തറയെങ്കിലുമുണ്ട്. നക്ഷത്രം എയറിലാണ്. മീരയ്ക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആദ്യമല്ല, നന്നായിട്ട് എഡിറ്റ് ചെയ്താണ് വായിക്കാതിരുന്നത്. ഫാബ്രിക്കേറ്റഡ് പുസ്തകമാണ് ആരാച്ചാർ. മീരയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷക്കാരാണ്. പക്ഷേ മീരയുടെ ചോപ്പിന് പച്ച നിറം കൂടുതലാണ്. ചൂരനാട്ട് നടന്ന കലാപത്തിലെ ഒരു നായകനായിട്ടുണ്ടായിരുന്ന ആളാണ് ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമൻ. വിപ്ലവകാരികളെന്ന് ഇടതുപക്ഷക്കാർ വിളിക്കുന്ന വ്യക്തികളുടെ ഭാര്യമാർ വ്യഭിചാരികളാണ് എന്ന് എഴുതി വെക്കുകയായിരുന്നു ആവേ മരിയ എന്ന് പറയുന്ന കഥയിൽ ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത്, നേരത്തെ പലതവണ നമ്മൾ കേട്ടതാണ് ആത്രേയകം, അതുപോലെ തന്നെ മറ്റു ചില ദീപാ നിഷാന്തിൻ്റെ കവിതയൊക്കെ സംബന്ധിച്ച് ചില ആശയചോരണ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുന്ന ചില വാർത്തകളുണ്ടായിരുന്നു, ചർച്ചകളുണ്ടായിരുന്നു. വീണ്ടും അതുപോലൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ മലയാള സാഹിത്യ ലോകം കടക്കുന്നൊരു സാഹചര്യമാണ്. ഈ കലാച്ചി എന്ന് പറയുന്ന നോവൽ, മീര എഴുതിയ നോവലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇതെന്താണ് ഈ പ്രശ്നം? ഇങ്ങനെയുണ്ടോ? സത്യത്തിൽ രണ്ട് നോവലുകളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നിരിക്കുന്നത്. രണ്ടും ഒരേ പ്ലോട്ടാണ്, ഒരേ പശ്ചാത്തലമാണ്, ഒരേ കഥാഗതിയാണ് എന്നുള്ളതാണ്. അത് ഹരിത സാവിത്രി എഴുതിയ സിൻ എന്ന് പറയുന്ന നോവൽ. അതിന് 2023 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2025 പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ ഏറ്റവും കൊണ്ടാടപ്പെടുന്ന എഴുത്തുകാരിയായ KR മീര എഴുതിയ കലാച്ചി എന്ന് പറയുന്ന നോവൽ. ഈ രണ്ട് നോവലുകളും സംബന്ധിച്ചാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. ഇതിനൊരു ടൈം ലൈനുണ്ട്. 2020 ഈ കലാച്ചി എന്ന് പറയുന്ന നോവലിൻ്റെ ആദ്യത്തെ 6 ഭാഗങ്ങൾ ഒരു വെബ്സൈറ്റിൽ, ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2022 മറ്റോ ആണ് സിൻ എന്ന് പറയുന്ന നോവൽ എഴുതിയത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പശ്ചാത്തലം സമാനമാണ്, കഥാഗതി സമാനമാണ്. അതായത് സിൻ എന്ന് പറയുന്ന നോവലിനകത്ത് നമ്മൾക്കറിയാം കുർദ് ദേശീയത എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമുക്കറിയാം. ടർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ, സിറിയ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുന്ന കുർദ് വംശജർ അവരൊരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ ദേശീയതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളാണ്. ആ കുർദ് പ്രദേശങ്ങളിലേക്ക്, അതായത് ടർക്കി ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള ടർക്കിയിലെ കുർദ് പ്രദേശങ്ങളിലേക്ക് ഒരു സ്ത്രീ, ഇന്ത്യൻ വംശജയായ സീത എന്ന പേരായ ഒരു സ്ത്രീ തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോകുന്നതാണ് സിന്നിലെ പ്രതിപാദ്യ വിഷയം. അതേ സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ സ്ത്രീ, ഫിദ എന്നോ മറ്റോ ആണ് അവരുടെ പേര്, കസാക്കിസ്ഥാനിലേക്ക്, കലാച്ചി എന്ന് പറയുന്ന നഗരത്തിലേക്ക് തൻ്റെ രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ടർക്കിയിലെ കുർദ് പ്രദേശത്ത് വലിയ തരത്തിലുള്ള യുദ്ധവും അരാജകത്വവും ഒക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. കസാക്കിസ്ഥാനിൽ ഏതാണ്ട് 2022 വലിയൊരു കലാപം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലേക്ക് രണ്ട് സ്ത്രീകൾ, ഈ ഫിദ പോകുന്നത് കലാച്ചിയിലേക്ക്. ഇതാണ് ഈ നോവലുകളുടെ രണ്ടിൻ്റെയും ഇതിവൃത്തം. സ്വാഭാവികമായും ഇത് രണ്ടും രണ്ട് ഇടങ്ങളിൽ, രണ്ട് പശ്ചാത്തലങ്ങളിൽ ഉണ്ടാകുന്നുവെങ്കിലും ആ പശ്ചാത്തലത്തിൻ്റെ ത്രെഡ് ഒന്നായി മാറി എന്നതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഒരേ സാമൂഹ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരേ രാഷ്ട്രീയ ചരിത്ര വിഷയമാണ് അവിടെ ഉയർന്നു വരുന്നത്. ഒരേ രീതിയിലുള്ളത്, ഒരു ഫ്രെയിമിലുള്ളത്, ഒരേ അച്ചിൽ വാർത്ത പോലുള്ള രണ്ട് വിഷയങ്ങളായി വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ രണ്ട് ഒരേ കഥ രണ്ട് സ്ഥലത്ത്, രണ്ട് ടെറൈനിൽ, രണ്ട് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുർദ് ദേശീയത ഒരു വിഷയമാണ്. കുർദ് ജനത അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള പീഡനങ്ങൾ, കൊടിയടിച്ചമർത്തലുകൾ, അത് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എല്ലാ രാജ്യത്തും കുർദിഷ് ജനത തീവ്രമായ അടിച്ചമർത്തൽ അനുഭവിക്കുന്നുണ്ട്.
ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹരിത സാവിത്രി എഴുതിയിരിക്കുന്നത്. മീരയാകട്ടെ കസാഖിസ്ഥാനിലേക്ക് പോകുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ, കസാഖിസ്ഥാനിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതൊരു ഇസ്ലാമിക രാജ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടേക്ക് പോകുന്നതും, അതായത് അന്താരാഷ്ട്ര അതിർത്തികളൊക്കെ ഭേദിച്ച് പ്രണയത്തിന് വേണ്ടി 2 പെൺകുട്ടികൾ യാത്ര നടത്തുന്നതാണ് 2 നോവലുകളുടെയും വൺ ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് തമ്മിലുള്ള സാമ്യം, ഒരു കൃതി ഈ സിൻ എന്ന് പറയുന്നത് 2020 എഴുതി പൂർത്തിയാവുകയും ഹരിത അത് NS മാധവനോട് അതിൻ്റെ ആമുഖം എഴുതി തരാമോ, മുഖവര എഴുതി തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിഷയം ഉണ്ടാകുന്നത്, ഹരിത കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ആശയ ചോരണക്കാർ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുന്നു എന്നോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ്, കുറച്ച് നാൾ മുമ്പ് ഈ വിഷയത്തിലേക്ക് അനാവശ്യമായി PK രാജശേഖരൻ എന്ന് പറയുന്ന അറിയാമല്ലോ, അതായത് M കൃഷ്ണൻ നായരുടെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അദ്ദേഹം ഈ പക്ഷേ വസ്തുതാപരമായ ചില നിരൂപണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. 2 വശവുമുണ്ട്, നല്ല രീതിയിലുള്ള നിരൂപണവും ഉണ്ടാകാറുണ്ട്. ഈ വിഷയത്തിൽ PK രാജശേഖരൻ ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ പരാമർശങ്ങളാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിരൂപണം എന്ന് പറയാൻ സാധിക്കില്ല. അതൊരുമാതിരി പരദൂഷണത്തിൻ്റെ നിലവാരത്തിലേക്ക് താണു വീണ ഒരു പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, രാധിക സി നായർ. അവരും അത്യാവശ്യമൊക്കെ നിരൂപണമൊക്കെ നടത്തുകയും നല്ലൊരു വായനക്കാരിയാണെന്നൊക്കെ ഇതിന് മുൻപത്തെ അവരുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരും ഈ സിൻ എഴുതിയ ഹരിത സാവിത്രിയുടെ എഴുത്ത് വളരെ മോശമാണെന്നും KR മീര ഒരു വലിയ നക്ഷത്രമാണെന്നും ഈ ഹരിത സാവിത്രി ഒരു പുൽക്കൊടിയാണെന്നുമാണ് രാധിക സി നായർ പറയുന്നത്. സമാനമായ മറ്റൊരു പരാമർശം PK രാജശേഖരൻ നടത്തിയിരിക്കുന്നത് ഹരിതയെയും KR മീരയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് മഹാത്മാഗാന്ധിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു ഉദാഹരണവും അദ്ദേഹത്തിന് കിട്ടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ കിടക്കുന്നു, മഹാത്മാഗാന്ധി എവിടെ കിടക്കുന്നു, നക്ഷത്രം എവിടെ കിടക്കുന്നു, പുൽക്കൊടിത്തുമ്പ് എവിടെ കിടക്കുന്നു. പുൽക്കൊടിത്തുമ്പിന് നിൽക്കാനൊരു നിലപാട് തറയെങ്കിലുമുണ്ട്, നക്ഷത്രം എയറിലാണ്. ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇവർ 2 പേരും നടത്തിയിരിക്കുന്നത്. മീര ഒരുപാട് ഫാൻസുള്ള, ആഘോഷിക്കപ്പെടുന്ന ഒരു കഥാകാരിയാണ്, അതിൽ സംശയമൊന്നുമില്ല. മീരയുടെ എഴുത്തിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സംസാരിക്കാം. ആശയചോരണത്തിൻ്റെ വിഷയം പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ ഒരു കഥയുടെ ഒരു ഇതിവൃത്തം കണ്ടെത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പല കഥകളും നമുക്ക് അങ്ങനെ ഓരോ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ എഴുതപ്പെട്ട പല നോവലുകളും നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മാച്ചു എന്ന് പറഞ്ഞ നോവൽ തൊട്ട് നമുക്ക് മലയാളത്തിൽ കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിൽ ആ സാമൂഹ്യ പശ്ചാത്തലം, ഒരു റിയലിസ്റ്റിക്കായ ഒരു ജീവിത പശ്ചാത്തലം പരാമർശിക്കപ്പെടുന്ന നോവലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇത്തരം നോവലുകൾ അതല്ലെങ്കിൽ കാലങ്ങളായി നമ്മളത് കാണുന്നതാണല്ലോ. അത്തരത്തിൽ കാലങ്ങളായി കാണുന്ന ഒരു പ്രത്യേക പ്രാദേശികമോ ദേശീയമോ ആയ ഇതിവൃത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കഥകൾ എഴുതുന്നതും നോവലുകൾ എഴുതുന്നതും ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇത് വിവാദത്തിലേക്ക് വരുന്നതിൻ്റെ ഘടകം എന്താണത്? മീരയുടെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട നോവൽ ആരാച്ചാറാണ്. ഈ ആരാച്ചാർ എഴുതിയിരിക്കുന്നത് കൽക്കത്തയിലെ പശ്ചാത്തലത്തിൽ വെച്ചാണ്. അതിനുള്ളിൽ തന്നെ ഒരു ആശയചോരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോപ്പിയടിയുടെ പ്ലേജിയോറിസത്തിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ജോഷി ജോസഫിൻ്റെ ഒരു ആരാച്ചാറുടെ ഒരു ദിവസം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയുടെ ഈ കയ്യെഴുത്ത് അദ്ദേഹം മീരയ്ക്ക് കൊടുക്കുകയും മീര അത് വായിച്ചു നോക്കിയിട്ട് തിരികെ നൽകുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മീരയ്ക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചപ്പോൾ ഈ നോവലിലെ പല ഭാഗങ്ങളും 2 കൽക്കത്ത നഗരത്തെ ചുറ്റിപ്പറ്റി എഴുതിയിരിക്കുന്ന 2 പുസ്തകങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി, 2 പുസ്തകങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് PV ഷാജിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മീരയ്ക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആദ്യമല്ല. മീര ആരാച്ചാർ എഴുതിയിരിക്കുന്നത്, ആരാച്ചാർ വായിച്ചിട്ടുണ്ടോ? ആരാച്ചാർ ഇല്ല, വായിച്ചിട്ടില്ല. ആരാച്ചാർ ഏതാണ്ട് 500-600 പേജുള്ള ഒരു പുസ്തകമാണ്. നന്നായിട്ട് എഡിറ്റ് ചെയ്തതിൽ 200 പേജേ കാണുള്ളൂ അതിൽ കണ്ടൻറ്റ്. ബാക്കിയെല്ലാം പശ്ചിമ ബംഗാളിൻ്റെ അല്ലെങ്കിൽ ബംഗാളിൻ്റെ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ചരിത്രം നമ്മൾ ഈ നോവലിനിടയിൽ തിരികെ കയറ്റും. ആ തിരികെ കയറ്റുന്ന ഒരു ഫാബ്രിക്കേറ്റഡ് പുസ്തകമാണ് ആരാച്ചാർ. അതിനുശേഷം മീര എഴുതിയിട്ടുള്ള ഓരോ പുസ്തകങ്ങളും തനിക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നന്നായി മനനം ചെയ്യാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാൾ, ആ ആൾ ഇരുന്നിട്ട് കുറേ കഥാപാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് ആ പശ്ചാത്തലത്തിൽ ഒരു നോവലങ്ങ് എഴുതുകയാണ്. ബാബറി മസ്ജിദ് തകരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഖബർ എന്ന് പറയുന്നൊരു നോവൽ എഴുതി.
ഗൗരി ലങ്കേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആണെന്ന് തോന്നുന്നു, ഘാതകനോ അങ്ങനെ എന്തോ ഒരു നോവൽ എഴുതി, ദൈവത്തിൻ്റെ അങ്ങനെ ഒരു പേരുള്ള അങ്ങനെ ഒരു നോവൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ പശ്ചാത്തലം, ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ ആ പശ്ചാത്തലത്തിൽ കുറേ കഥാപാത്രങ്ങളെ അങ്ങ് സന്നിവേശിപ്പിക്കും, അവിടെ നിന്നൊരു നോവൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് അവരുടെ ഒരു രചനാതന്ത്രം. ഇതിൽ ആരാച്ചാരെക്കുറിച്ച് പറയുമ്പോൾ ആരാച്ചാർ ഏതാണ്ട് 100 കോപ്പിയെങ്കിലും ഇവിടെ 100 എഡീഷനുകളെങ്കിലും ഇവിടെ വിറ്റിട്ടുണ്ട്. ഈ ആരാച്ചാറിൻ്റെ പ്രധാന കഥാതന്തു എന്ന് പറയുന്നത് ഈര വേട്ടക്കാരൻ എന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം, അതായത് ഇസ്ലാമിക രാഷ്ട്രീയമാണ്. പക്ഷേ നമ്മുടെ ഇടതുപക്ഷക്കാരൊക്കെ വിചാരിക്കും ഇത് ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് വിചാരിക്കും. ആ രീതിയിൽ അവർ വളരെ നൈസായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. ഇത് മീരയുടെ കഥകളിലൊക്കെ, അല്ലെങ്കിൽ മീരയ്ക്കെതിരെ വരുന്നൊരു വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം അന്ധമായ പുരുഷവിരോധം പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും സ്വാധീന ഘടകങ്ങൾ ഇവരുടെ ക്രാഫ്റ്റിലുള്ളതായി തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും നിരവധി കഥകളിൽ അന്ധമായ കരിനീല എന്ന് പറയുന്നൊരു കഥയുണ്ട്. അത് അന്ധമായ ഒരു 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടി മീരയുടെ കഥകൾ വായിക്കുന്നു എന്നിരിക്കട്ടെ, അവരൊരു പുരുഷവിരോധിയായിത്തീരും. അവരെ ആലോചിക്കുകയാണെങ്കിൽ, അവരെ കഥകൾ മനസ്സിലിട്ട് ആലോചിക്കുകയാണ്. കാരണം അവരൊരു ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരിയാണ്. അങ്ങനെ നിരവധി കഥകളുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന വിഷയം പറയാനുള്ളത്, മീരയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷക്കാരാണ്. പക്ഷേ മീരയുടെ ചോപ്പിന് പച്ച നിറം കൂടുതലാണ്. അത് ഈ ഇടതുപക്ഷക്കാർ മനസ്സിലാക്കുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ മീര നേരത്തെ എഴുതിയ ആവേ മരിയ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആവേ മരിയ വളരെ വിവാദമായതും ചർച്ച ചെയ്യപ്പെട്ടതുമായിട്ടുള്ളൊരു കഥയാണ്. നമ്മൾ ശൂരനാട് വിപ്ലവം അല്ലെങ്കിൽ ശൂരനാട് സംഭവം അറിയാമല്ലോ. മീരയുടെ വീടൊക്കെ ഇരിക്കുന്ന കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗത്താണ്, ശൂരനാടുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ്. ഈ ശൂരനാട് നടന്ന വിപ്ലവത്തിലെ അല്ലെങ്കിൽ ശൂരനാട് നടന്ന കലാപത്തിലെ ഒരു നായകനായിട്ടുണ്ടായിരുന്ന ആളാണ് ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമൻ. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകളിലും ശൂരനാട് സമരത്തെക്കുറിച്ച് നടത്തിയിരിക്കുന്ന മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും ഈ ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമനെ ഒരു വലിയ ഹീറോ ആയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ള പലരും. ഉദാഹരണത്തിന് സന്തോഷിച്ചിക്കാനം ഒരു കഥയിൽ ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമൻ്റെ കുട്ടിയെക്കുറിച്ചും ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമനെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമനെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും വളരെ അതിഭീകരമായ രീതിയിൽ മോശമാക്കുന്ന കഥയാണ് ഈ ആവേ മരിയ. ചേലക്കാട്ടേത്ത് വർക്കിന്നോ അങ്ങനെ മറ്റോ ആണ് അതിലെ പ്രധാന കഥാപാത്രത്തിന്, അതിൽ ഈ പറയുന്ന കുഞ്ഞിരാമന് സമനായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ പേര്. ഒരു കാരണവും ഇല്ല, മരിച്ചുപോയ അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവത്തിലെ പ്രധാന പുരുഷനായിട്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തിനെ എടുത്ത്, അല്ലെങ്കിൽ വിപ്ലവകാരികളെന്ന് ഇടതുപക്ഷക്കാർ വിളിക്കുന്ന വ്യക്തികളുടെ ഭാര്യമാർ വ്യഭിചാരികളാണ് എന്ന് എഴുതി വെക്കുകയായിരുന്നു ഈ പറയുന്ന ആവേ മരിയ എന്ന് പറയുന്ന കഥയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇടതുപക്ഷക്കാർക്ക്, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവർക്ക് അത് ചിലപ്പോൾ കേട്ടാൽ മനസ്സിലാവില്ല. പക്ഷേ പഴയ ആളുകൾ തീർച്ചയായിട്ടും ഇത് ഓർമ്മയുള്ളവരായിരിക്കും. അവിടെ നിന്നാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലത്തോടുകൂടി അവരുടെ ഐഡിയോളജി പേറുന്ന മാധ്യമങ്ങളിൽ എഴുതാൻ തുടങ്ങുകയും അവർക്കനുഗുണമായി എഴുതാൻ ശീലിക്കുകയും അവരുടെ കയ്യടി കിട്ടുക. അതായത് ഗാലറിക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കുന്ന ഒരു രീതി, ഗോളടിക്കുക എന്നുള്ളതല്ല, ഗാലറിക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കുക, ആ രീതിയിലേക്ക് മീര മാറുകയും ചെയ്തത്. അതാണ് ഈ ക്ലാസിക്കുകളൊന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാസിക്കൽ കൃതി എന്നൊന്നും പറയുന്ന രീതികളൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത ഇവർ കുറേ എഴുതിയ കഥകളും നോവലുകളും വളരെ വൈകാതെ തന്നെ വിസ്മൃതിയിലാണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഉൾക്കാമ്പുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അവരെഴുതിയിട്ടുള്ള ആദ്യത്തെ ചെറുകഥകൾക്കൊക്കെ പലതിനും ഉൾക്കാമ്പുണ്ടായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്ന കാലത്തൊക്കെ എഴുതിയതൊക്കെ അർത്ഥസമ്പുഷ്ടമായി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശൈലി റിപ്പോർട്ടിംഗ് ആയിട്ട് മാറുകയും ഈ ദുരുദ്ദേശപരമായിട്ടുള്ള കഥകളും എഴുത്തുകളുമൊക്കെ വരികയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വിസ്മൃതിയിലേക്ക് മാറി. ഇപ്പോൾ ഈ ആരാച്ചാരം എന്ന് പറയുന്ന സംഗതി ശരിക്കും പറഞ്ഞാൽ ഒരു ചപ്പാത്തി പരത്തുക എന്ന് പറയുന്ന രീതിയിലാണ്. എത്ര നീളത്തിൽ പരത്താമോ അത്ര നീളത്തിൽ പരത്തി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. 550 പേജോ 600 പേജോ മറ്റോ ഉണ്ട്. അത്രയും വിലയുമുണ്ട്. മറ്റ് ഈ ഘാതകനൊക്കെ അതുപോലെ തന്നെയാണ്. ഈ കലാച്ചിയുടെ വിഷയം, അതിനെക്കുറിച്ച് വായിച്ച ആളുകൾ നിരവധി പേർ കലാച്ചിയും സിന്നും തമ്മിൽ താരതമ്യം ചെയ്തതിന് ശേഷം സിൻ വായിച്ചിട്ട് കലാച്ചി വായിച്ചു കഴിഞ്ഞാൽ അത് അറപ്പ് തോന്നുമെന്ന് പോലും പലരും എഴുതിയിട്ടുണ്ട്. 40 പേജിൽ കൂടുതൽ മീരയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല
എന്നും പല ആളുകളും എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പം മീരയ്ക്കെതിരായിട്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കുക എന്ന് പറയുന്നതല്ല നമ്മുടെ ഉദ്ദേശം. മീരയുടെ എഴുത്ത് വായിക്കുന്നവരും മീരയുടെ എഴുത്തിനെ ഇഷ്ടപ്പെടുന്നവരും നിരവധി ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മീര അവരുടെ ലൈനിൽ നിന്നുകൊണ്ട് പൊക്കോട്ടെ, അതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ എഴുത്ത് ഫാബ്രിക്കേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ ഫാബ്രിക്കേറ്റഡ് ആവുന്ന എഴുത്ത് എന്ന് പറയുമ്പോഴാണ് മറ്റു ഗുരുതരമായ ചില സംശയങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അതായത് എഴുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരാൾക്ക് വേണ്ടിയാണ് എഴുത്ത്, ഒരു സൃഷ്ടിയല്ല, ഒരാളെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എഴുത്ത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു എഴുത്തിൻ്റെ സിൻഡിക്കേറ്റുകൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും കേരളത്തിൽ എഴുത്തിന് സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ. ഈ രണ്ട് പുസ്തകത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ഒരു ആരോപണം ഉന്നയിക്കാനുണ്ട്. ഈ പുസ്തകങ്ങളുടെ രണ്ടിൻ്റെയും കഥാഗതി എങ്ങനെയാണ് പോകുന്നത്? കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമായിട്ട് പ്രണയം എന്ന് പറയുന്ന ഒരു വസ്തുതയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര അതിർത്തികൾ കടന്ന് രണ്ട് പെൺകുട്ടികൾ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സിറിയയിലേക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇറാഖിലേക്ക്, താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിലേക്ക് കേരളത്തിൽ നിന്ന് ലവ് ജിഹാദിൽപ്പെടുത്തി പെൺകുട്ടികളെ കൊണ്ടുപോയ ആരോപണം അല്ലെങ്കിൽ ആ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ രണ്ട് എഴുത്തുകാർ രണ്ട് പുസ്തകങ്ങൾ എഴുതുന്നു. സ്നേഹത്തിന് വേണ്ടി രണ്ട് പെൺകുട്ടികൾ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് എല്ലാവിധ അന്താരാഷ്ട്ര അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്നതിനെ ലെജിറ്റിമൈസ് ചെയ്യുക, വൈറ്റ് വാഷ് ചെയ്യുക, അതിനെ സാമാന്യവൽക്കരിക്കുക, വേണ്ടി വന്നാൽ പ്രണയത്തിന് വേണ്ടി പെൺകുട്ടികൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രധാനപ്പെട്ട രണ്ട് എഴുത്തുകാർ പറയുകയാണ്. പ്രണയക്കുരുക്കല്ല, പ്രണയം തേടുകയാണ്, പ്രണയത്തിന് വേണ്ടി പോവുകയാണ്. ഇതാണ് ഇതിനകത്ത് യഥാർത്ഥ പോയിൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ സാമാന്യവൽക്കരിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് പുസ്തകവും ആരും ചർച്ച ചെയ്തിട്ടില്ല. സിൻ കുറേ ആളുകൾ വായിച്ചു. മറ്റേ പുസ്തകത്തിൻ്റെ കോപ്പികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ ആൾക്കാർ തേടിപ്പിടിച്ച് വായിക്കുകയും പുസ്തകത്തിൻ്റെ വിൽപ്പന കൂടുകയും, വിൽപ്പനയല്ല ഇവിടുത്തെ വിഷയം, ആശയപ്രചരണം. ഇത് കൃത്യമായ അജണ്ടയോടുകൂടി എഴുതപ്പെട്ടതാണോ രണ്ട് പുസ്തകവും എന്ന സംശയമുണ്ട്. അത് കേരളം ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന വസ്തുത നമ്മുടെ മുമ്പിൽ പല രീതിയിൽ അതില്ലെന്നും കോടതിയിൽ പോയി ഇല്ല എന്ന് പറയുകയും പിന്നെ പാർലമെൻറ്റിൽ നിന്ന് മറുപടി വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പെൺകുട്ടികൾ പോയിട്ടുണ്ടെന്നുള്ളതും അവർ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും അവരുടെ കാമുകന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഈ തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമായ വസ്തുതയാണ്. പ്രണയത്തിന് വേണ്ടി പെൺകുട്ടികൾ അന്താരാഷ്ട്ര അതിർത്തികൾ കടന്ന് ഇന്ത്യയിൽ നിന്ന് സീത എന്ന് പറയുന്ന പെൺകുട്ടി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് അനുവാചകൻ്റെ വായനക്കാരൻ്റെ തലയിലേക്ക് അത് ഇടിച്ചു കയറ്റാനുള്ള ഒരു മനഃപൂർവ്വമായൊരു ശ്രമം ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തത്തിൽ അല്ലെങ്കിൽ അത് സ്വീകരിച്ചതിനകത്തുണ്ടായിട്ടുണ്ടോ? കുർദ് ജനതയോടൊക്കെ നമുക്ക് അനുഭവമുണ്ട്, അവർ വേട്ടയാടപ്പെടുന്നതിനോടൊക്കെ നമുക്ക് അനുഭവമുണ്ട്. കസാഖിസ്ഥാനിലെ വേറെ വിഷയമാണ്. പക്ഷേ ഇങ്ങനെയൊരു വസ്തുത ഇതിനുള്ളിലുണ്ടോ എന്നുള്ളത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതാണ് ഇതിലെ യഥാർത്ഥ പോയിന്റ്. അതെ, പണ്ട് വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ചില വിഷയങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഒരു അനുരണനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, IS-ലേക്ക് പോയ കുറേ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇതേ താല്പര്യമുള്ള ചില ആശയ സംഘടനകളുടെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് ആട് മേയ്ക്കാൻ പോവുക എന്നൊക്കെയാണ്. ആട് മേയ്ക്കാൻ പോയപ്പോൾ അവരെ തീവ്രവാദികളാക്കുന്നു, ആട് മേയ്ച്ച് ജീവിക്കുന്ന, അങ്ങനെയുള്ള സമൂഹത്തോട് ചേർന്ന് ഗോത്രത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലൊരു, അതായത് ഈ ലവ് ജിഹാദ് ഉൾപ്പെടെ പറയുന്ന ഇത്തരത്തിലുള്ള ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചില ന്യായീകരണങ്ങൾ നിരത്തുന്നു. അത് ഒരൊറ്റ സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്തു വരുന്നു. തീർച്ചയായിട്ടും ഇത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഈ എഴുത്തുകാർക്കൊരു കോക്കസ് ഉണ്ട്, ഗ്രൂപ്പുണ്ട്. അതുകൊണ്ടാണ് രാജശ്രീക്കെതിരെ ആരോപണം വന്ന സമയത്ത്, ആത്രേയത്തിനെതിരെ ആരോപണം വന്ന സമയത്ത് ഈ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല, ഇതുപോലെ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഹരിത സാവിത്രി തൻ്റെ പുസ്തകത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ പുസ്തകത്തിന് കോപ്പി അടിച്ചാണ് മീരയുടെ പുസ്തകം വന്നത് എന്ന പോസ്റ്റ് ഇടുന്നു. അതിനെ തുടർന്ന് കേരളത്തിലെ സാഹിത്യരംഗം അപ്പാടെ കലുഷിതമാകുന്ന ഒരു സാഹചര്യമാണ്. ഒരു മനഃപൂർവ്വമായൊരു വിവാദം ഉണ്ടാക്കിയെടുത്തതുപോലെ അതിന് മുന്നോടിയായി PK രാജശേഖരൻ നടത്തിയ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ
പല ചർച്ചകളിലും പല രീതിയിലുള്ള അവഹേളനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോൾ ഈ പുസ്തകങ്ങളുടെ ഇതിവൃത്തത്തിന് അത്ര സാമാന്യമല്ലാത്ത ദുരുദ്ദേശമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അത് ആ രീതിയിൽ വായിച്ചാൽ, നാളെ ആരെങ്കിലും വായിക്കുന്നെങ്കിൽ ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചാൽ ഈ സംശയം അവരുടെ മനസ്സിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല.